എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിന് ശേഷം അതിനോട് പല രീതികളിൽ പല ആൾക്കാർ പ്രതികരിച്ചു. അതിൽ തന്നെ പ്രതിപക്ഷത്തു നിന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതികരണം CPMൻ്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെതായിരുന്നു. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ വാർത്ത നിരവധി ആൾക്കാരെ ഞെട്ടിച്ചു. കാരണം ചൈനയിൽ വലിയ രീതിയിലത്തേക്കുള്ള AI ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്നുള്ളൊരു പ്രസ്താവന. സാങ്കേതിക വികസനവും സാംസ്കാരിക ചടങ്ങുകളും തമ്മിൽ എന്താണ് ബന്ധം എന്ന രീതിയിലത്തേക്കുള്ള നിരവധി ചോദ്യങ്ങൾ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് തന്നെ എങ്ങനെയാണ് കുംഭമേളയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പ്രതികരണം ശ്രീ ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അദ്ദേഹം മുൻപുണ്ടായിരുന്ന പല ബജറ്റുകളെയും ഏത് രീതിയിലാണ് വിലയിരുത്തിയത് എന്ന് കൗതുകം കൊണ്ട് മാത്രം ഒന്ന് അന്വേഷിച്ചു നോക്കി. മുൻവർഷങ്ങളിലുണ്ടായിരുന്ന കേന്ദ്ര ബജറ്റുകളെക്കുറിച്ച് അദ്ദേഹം TV ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരുന്ന ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ട്. അന്ന് ആ സമയത്ത് ബജറ്റിനെ എതിർക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്ന കുറേയധികം കാര്യങ്ങളാണ്. ഇത് ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടോ അതോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഈ ബജറ്റിനെ എതിർക്കുകയാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നത് രസകരമായിരിക്കും. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം മുമ്പൊരു ബജറ്റിൽ, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പുള്ള ഒരു ബജറ്റാണ്, അതുമായി ബന്ധപ്പെട്ട് കൈരളിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം മധ്യവർഗത്തിനെക്കുറിച്ച്, സാധാരണക്കാരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ദരിദ്രരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരെക്കുറിച്ച്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം കുറയുകയാണ്, എന്നാൽ അവരുടെ ആദായ നികുതി മന്ത്രി കുറയ്ക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ വരുമാനത്തിന് മേൽ യാതൊരു നികുതി ഇളവും നൽകാനായി കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തയ്യാറാകുന്നില്ല എന്ന് വലിയ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നികുതി കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ വരുമാനം വേണമെങ്കിൽ കുറയ്ക്ക്, അതല്ലാതെ നിങ്ങളുടെ വരുമാനത്തിന് മേലുള്ള ഇൻകം ടാക്സ് ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നില്ല എന്നതാണ് ധനമന്ത്രിയുടെ നിലപാട് എന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. നമുക്കറിയാം, ഇത്തവണ കേന്ദ്ര ബജറ്റ് വരുമ്പോൾ അതിൽ വലിയ ആനുകൂല്യമാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഇത്തവണ ആദായ നികുതി ദായകർക്ക് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന പരമാവധി പോലും 10 ലക്ഷം രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തോടെയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ബജറ്റിനെ വരവേറ്റത്. ആൾക്കാരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. തന്നെയുമല്ല, വാങ്ങൽ ശേഷി വർദ്ധിക്കുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് പണം വരും. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിലത്തേക്കുള്ള മറ്റ് നികുതികൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ സർക്കാരിന് നഷ്ടമില്ല, ആൾക്കാരുടെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യുന്നു എന്ന നിലയ്ക്കാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. എന്നാൽ മുൻവർഷത്തെ ബജറ്റിൽ ആദായ നികുതി ദായകർക്ക് യാതൊരു വിധത്തിലുള്ള ഇളവും ലഭിക്കുന്നില്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കൺസേൺ ആയിരുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്ന ശ്രീ ജോൺ ബ്രിട്ടാസ് ഇത്തവണ ഈ ആദായ നികുതി ദായകർക്ക് വലിയൊരു ആനുകൂല്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെ എങ്ങനെയാണ് കണ്ടത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ ബജറ്റിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ കേവലം 2% വരുന്ന ആദായ നികുതി ദായകർക്ക് മാത്രമാണ് ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതായത് 12 ലക്ഷം രൂപയുടെ വലിയ ഇളവ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ വരുന്നില്ല, മറിച്ച് ജനസംഖ്യയുടെ കേവലം 2% ആൾക്കാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലും ഇതേപോലെ 2% മാത്രം, നാമമാത്രമായിട്ടുള്ള ഒരു ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ആദായ നികുതിയിൽ ഇളവ് നൽകിയിരുന്നെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നിട്ടും എന്തിനാണ് സർക്കാരിനെ ആക്രമിക്കാനായിട്ട് ആ ഒരു വാദം ശ്രീ ബ്രിട്ടാസ് ഉയർത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ശ്രീ ബ്രിട്ടാസ് അടക്കം ഇടതുപക്ഷത്തുള്ള എല്ലാ സുഹൃത്തുക്കളും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ആദായ നികുതി ദായകരായിട്ടുള്ള ആൾക്കാർ കേവലം 2.2% മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ കേവലം 2.2% ആൾക്കാർ മാത്രമല്ല. കാരണം ഒരു വീട്ടിൽ 5 പേരുള്ള ഒരു വീട്ടിൽ ഒരാളാണ് അവിടുത്തെ സോൾ ബ്രെഡ് വിന്നറെങ്കിൽ, അയാൾ മാത്രമാണ് അവിടേക്ക് പണം കൊണ്ടുവരുന്നത് എങ്കിൽ അയാളുടെ ആദായ നികുതിയിൽ ഒരു ഇളവ് ലഭിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം നേരിട്ട് അനുഭവിക്കുന്നത് ആ കുടുംബത്തിലെ 5 പേരുമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കേവലം 2.2% എന്ന് പറയുന്നത് ആദായ നികുതി ദായകർ മാത്രമാണ്. അവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ ആ പരിധിയിലേക്ക് വരുന്നില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കണം. അങ്ങനെ നോക്കിയാൽ ഇത്തവണ ആദായ നികുതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഇളവിൻ്റെ ശരിയായിട്ടുള്ള ഗുണഭോക്താക്കൾ കേവലം ഈ പറയുന്ന 2.2% മാത്രമല്ല, വളരെ വലിയൊരു ജനവിഭാഗമാണ് എന്നുള്ള സാമാന്യ ബോധം ശ്രീ ബ്രിട്ടാസിനും CPMലുള്ള മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. സമാനമായി മുൻപുള്ള ഒരു ബജറ്റ് ചർച്ചയിൽ ശ്രീ ബ്രിട്ടാസ് പറഞ്ഞിരുന്നത് ഭക്ഷ്യ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉദാസീനതയെക്കുറിച്ചാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഭക്ഷ്യ സബ്സിഡി കാര്യമായി കുറച്ചുകൊണ്ടുവരികയാണ്, വേണ്ട രീതിയിലത്തേക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഇത് സഹായിക്കുന്നില്ല എന്നൊക്കെയാണ്.
ഇത്തവണ കഴിഞ്ഞ തവണയുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ നിന്ന് 6000 കോടി രൂപയാണ് ഭക്ഷ്യ സബ്സിഡിയിൽ ഉയർച്ച വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 1.97 ലക്ഷം കോടി രൂപയായിരുന്നു ഭക്ഷ്യ സബ്സിഡിയെങ്കിൽ ഇത്തവണത്തെ ബജറ്റിൽ അത് 2.03 ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട്. 6000 കോടി രൂപയുടെ വർധന. ഇനി ഇത് 2022 കാലയളവിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് എന്ന് കാണാം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് ഇതിനോടകം തന്നെ വിശദീകരിക്കപ്പെട്ടതുമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ താൽക്കാലികമായി ചില മാറ്റങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്ന് വരുത്തിയിരുന്നു. 2020 മുതൽ 2022 വരെ നീണ്ടുനിന്ന ചില ആനുകൂല്യങ്ങളായിരുന്നു അതിന് പിന്നിൽ. അതായത് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി ആൾക്കാർക്ക് ലഭിക്കുന്ന അലോക്കേഷനേക്കാൾ 5 കിലോ ധാന്യം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഭക്ഷ്യ സബ്സിഡിയാണ് ആ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് 2022 ശേഷം സമാനമായ ലെവലിലേക്കുള്ള ഭക്ഷ്യ സബ്സിഡി പിന്നീട് ഉണ്ടാകാത്തത്. തന്നെയുമല്ല, ഈ കാലയളവിൽ ഫെർട്ടിലൈസർ സബ്സിഡി വർദ്ധിച്ചു എന്ന കാര്യവും ശ്രീ ബ്രിട്ടാസ് മനസ്സിലാക്കണം. എന്തായാലും കൗതുകകരമെന്ന് പറയട്ടെ, ഇത്തവണ അദ്ദേഹം ഭക്ഷ്യ സബ്സിഡിയെപ്പറ്റി കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അഥവാ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള കൺസേൺ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ 6000 കോടി രൂപ വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനെയും അഭിനന്ദിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല എന്നത് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തെ അറിയിക്കട്ടെ. ഇതേപോലെ തന്നെ മുൻപുള്ള ഒരു ബജറ്റിൽ ശ്രീ ബ്രിട്ടാസിൻ്റെ വിമർശനം ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ കാര്യമായ നിക്ഷേപം നടത്തുന്നില്ല എന്നാണ്. എന്നാൽ ഇത്തവണ ആരോഗ്യമേഖലയിൽ സർക്കാർ എത്രത്തോളം പണമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ആ മേഖലയിലും അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വിമർശനത്തിനെ ഒരുപക്ഷെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനായി ശ്രീ ബ്രിട്ടാസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് 91,000 കോടി രൂപയായിരുന്നു ആരോഗ്യമേഖലയിലെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കിയിരിപ്പ് എങ്കിൽ ഈ സാമ്പത്തിക വർഷം ഇപ്പോൾ വന്നിരിക്കുന്ന ബജറ്റിൽ അത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 10% വർധന. കണക്കിൽ പറഞ്ഞാൽ ഏതാണ്ട് 9,000 കോടി രൂപയുടെ വർധന. അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പര്യാപ്തമല്ല എന്ന അഭിപ്രായം നേരത്തെ പങ്കുവച്ചിരുന്ന ശ്രീ ബ്രിട്ടാസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് 10%-ലധികം കൂടുതലായിട്ടുണ്ടായിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ അദ്ദേഹം അഭിനന്ദിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. രസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ കൈരളി ടി-വിയിലെ പഴയ ബജറ്റ് ചർച്ചയിൽ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉടൻ നടക്കാൻ പോകുന്ന കുറേ തിരഞ്ഞെടുപ്പുകളെ നോക്കിയിട്ടാണോ കേന്ദ്ര സർക്കാർ ചില ഇളവുകൾ, ചില പ്രഖ്യാപനങ്ങൾ ഒക്കെ തന്നെ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അന്ന് ആ ചോദ്യത്തിന് ഉത്തരമായി ശ്രീ ബ്രിട്ടാസ് പറഞ്ഞത്, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJP ഒരു ബജറ്റ് പ്രഖ്യാപനം നടത്തുകയാണ് എങ്കിൽ അത് BJPയുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ചോയ്സാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടായാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് തനിക്ക് എന്നാണ്. എന്നാൽ ഇത്തവണ നോക്കൂ, ശ്രീ ബ്രിട്ടാസ് ജനോപകാരപ്രദമായിട്ടുള്ള കുറേയധികം നയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അത് കേന്ദ്ര സർക്കാരിനെ ബ്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തിക്കാട്ടുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കുറേ പോപ്പുലിസ്റ്റ് നയങ്ങൾ, ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കുറേയധികം പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത്തവണ ബജറ്റിനെ, കേന്ദ്ര സർക്കാരിനെ ഒക്കെ തന്നെ വിമർശിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ ബജറ്റ് ചർച്ചയിൽ BJPയുടെ ചോയ്സാണ് അത് എന്ന് പറഞ്ഞിരുന്ന നിലപാട് അദ്ദേഹം തിരുത്തിയോ? അതേപോലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടാണെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള നയങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടും അദ്ദേഹം തിരുത്തിയിട്ടാണോ ഇപ്പോൾ രാഷ്ട്രീയമായി എതിർക്കുന്നത് എന്നതറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് ശ്രീ ബ്രിട്ടാസിനോടും CPM സുഹൃത്തുക്കളോടും ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബജറ്റിനെ വിമർശിക്കാം, രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താം. പക്ഷേ നമ്മുടെ വിമർശനങ്ങളെ ആരെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി കൂടി ഒരു ഹൃദയവിശാലത നമ്മൾ കാട്ടേണ്ടതാണ്. അതല്ല എങ്കിൽ നമുക്ക് രാഷ്ട്രീയ സത്യസന്ധത ഇല്ല എന്നും നമ്മൾ ഏതെങ്കിലും രീതിയിൽ കുറ്റം പറയുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞിരുന്ന നിലപാടുകളെയൊക്കെ തിരുത്തി മറ്റു പല കുറ്റങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നും പൊതുസമൂഹം വിലയിരുത്തും. അതൊരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു പൊതുപ്രവർത്തകന് നല്ലതല്ല, ചേരുന്നതല്ല എന്ന് വിനീതമായി ശ്രീ ബ്രിട്ടാസിനെയും മറ്റുള്ള ആൾക്കാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കടി ഗോൾ പോസ്റ്റ് മാറ്റുന്നത് നല്ല പ്രവണതയല്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.